വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ 2 ദിവസത്തിനകത്ത് ഞാൻ അവിടെ എത്താം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ വന്നതിന് ശേഷം ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്ത് അത്രയേ പറഞ്ഞുള്ളൂ. രാവിലെ ആരും ആശ്വാസവാക്കുകൾ കളക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ വാസവ സാർ വരുമെന്ന് പറഞ്ഞ് ഇതുവരെ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും, ആരും വന്നിട്ടില്ല. അങ്ങനൊന്നും പറഞ്ഞില്ല. നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ദുഃഖത്തിൽ മിനിസ്റ്റർ പങ്കുചേരുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടില്ല. സഹായത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പം ആവാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മന്ത്രി വിളിച്ചിട്ട് എന്താണ് അത് അവരുടെ ദുഃഖം അവർ രേഖപ്പെടുത്തി. പിന്നെ ഞാനിവിടെ സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് നാളെ മറ്റന്നാളോ ഞാനവിടെ വന്നു ചേരും എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി. സഹായത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവർ തീരുമാനിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മുടെ കാര്യം ഇനി പറയും. വൈകാതെ ഉണ്ട്. 2 ദിവസത്തിനകത്ത് ഇവിടെ എത്തും. പ്രതികരണത്തിന് അവർ ഇപ്പോഴും പറയുന്നത് ചേർത്ത് നിർത്തുമെന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിന് ചേർത്ത് നിർത്തുമെന്നാണ് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ മേളിലോട്ട് സംസാരിക്കണ്ടല്ലോ. ഞാൻ അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ വരാം, സംസാരിക്കാം. ഇതിനെ ബാക്കിയുള്ള അവർ തീരുമാനിച്ച കാര്യം എൻ്റെ അടുത്ത് പറയും. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ അവരുടെ അടുത്തും പറയും. ഫോൺ കോളിനകത്ത് പ്രതീക്ഷയുണ്ട്. അത് ഉറപ്പാണ്. അത് അവർ വരുമെന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുന്ന ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു? തീർച്ചയായും പങ്കുചേരുന്നെന്നാണ് അവർ പറഞ്ഞത്. രാവിലെ ഈ മന്ത്രിമാരും വിളിച്ചില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് ആ ഘട്ടത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ട് ആരും വിളിച്ചില്ല എന്നൊരു വിഷമം നേരത്തെ പങ്കുവച്ചില്ല. അത് അവിടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ അത് പിന്നത്തെ കാര്യം പിന്നെ അങ്ങനെ അങ്ങ് പോയി, എന്നൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ നമ്മളതിനകത്ത് ഒരു കുറ്റവും പറയുന്നില്ല. ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണോ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും ചേർത്ത് നിർത്തുമെന്നാണ് പറഞ്ഞത്. ഈ കുടുംബത്തിന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വരാമെന്ന് അതിനകത്ത് വന്നിരിക്കുമെന്ന് ഒരു ശക്തമായിട്ട് പറയുമായിരുന്നു.